രാഹാബ് എന്ന വേശ്യ അധമ അവസ്ഥയിൽ നിന്നും ഔന്നത്യത്തിലെത്തി. കാരണം അവൾ വിശ്വാസത്തിന്റെ ഉടമ ആയതുകൊണ്ട് തന്നെ. കനാൻ ദേശം ഉറ്റുനോക്കുവാൻ യോശുവ 2 പേരെ അയക്കുമ്പോൾ അവർക്ക് സംരക്ഷണം നൽകിയവളാണ് രാഹാബ് എന്ന വേശ്യ. അവൾ ഇസ്രായേൽ ജനതയെക്കുറിച്ചും അവരുടെ വലിയ വിമോചനത്തെ പറ്റിയും കനാൻ നാടിനെ ലക്ഷ്യമാക്കിയുള്ള അവരുടെ മുന്നേറ്റത്തെ പറ്റിയും കേട്ടിരുന്നു. മാത്രമല്ല, അവരെ അത്ഭുതകരമായി നയിക്കുന്ന യഹോവയുടെ ശക്തിയെപ്പറ്റിയും അവൾ മനസ്സിലാക്കിയിരുന്നു. അവളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സിഹോൻ, ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവം ആകുന്നു. യോശുവയുടെ പുസ്തകം 2:10-11 വചനങ്ങൾ. ഈ വിശ്വാസമാണ് ഒറ്റുകാരെ സംരക്ഷിക്കുവാനും അവരുമായി വ്യവസ്ഥ ചെയ്യുവാനും അവളെ പ്രേരിപ്പിച്ചത്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവ മനുഷ്യർ ആണ് അവർ എന്നും അവർ ദൈവത്തിന്റെ ദൗത്യം നിർവഹിക്കുവാൻ വന്നവരാണെന്നും അവൾ വിശ്വസിച്ചു. അവർക്ക് സംരക്ഷണം നൽകുന്നത് വഴി ഒരു വലിയ അപകടം അവൾ വിളിച്ചു വരുത്തുകയായിരുന്നു. എരിഹോ രാജാവ് ഈ സംഗതി അറിയുവാൻ ഇടവന്നാൽ അവളും കുടുംബവും ഈ ഭൂമുഖത്ത് ശേഷിച്ചിരിക്കയില്ല. ഒറ്റുനോക്കുവാൻ വന്നവർ രാഹാബിന്റെ ഭവനത്തിൽ എത്തിയെന്ന വിവരം രാജാവിന് ലഭിച്ചു. രാജാവ് അത് അന്വേഷിക്കുവാൻ ഉദ്യോഗസ്ഥരെയും അയച്ചു. എന്നാൽ അവൾ തന്ത്രപൂർവം ഒറ്റുകാരെ മേൽത്തട്ടിൽ സൂക്ഷിച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചു. മാത്രമല്ല, ആ രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ ജനത്തെക്കുറിച്ചും സ്ഥിതിഗതികളെക്കുറിച്ചും വ്യക്തമായ വിവരണം അവൾ അവർക്ക് നൽകി. ഇസ്രായേല്യർ നിഷ്പ്രയാസം യഹോവയുടെ ശക്തിയാൽ എരിഹോ പിടിച്ചെടുക്കുമെന്ന് അവൾ വിശ്വസിച്ചു. താൻ ചെയ്തു കൊടുത്ത സഹായത്തിന് പകരമായി ഒരു ഉപകാരം അവൾ അവരിൽ നിന്നും ആഗ്രഹിച്ചു. അവൾ ഇങ്ങനെ പറഞ്ഞു: ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്യുക കൊണ്ട് നിങ്ങളും എൻ്റെ പിതൃഭവനത്തോട് ദയ ചെയ്ത് എൻ്റെ അപ്പനെയും അമ്മയെയും എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ചു ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കും എന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും ഉറപ്പുള്ള ഒരു ലക്ഷ്യം തരികയും വേണം. അവർ അവളോട്, ഞങ്ങളോട് ഈ കാര്യം നിങ്ങൾ അറിയിക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ ജീവന് പകരം നിങ്ങളുടെ ജീവൻ വെച്ചു കൊടുക്കും. യഹോവ ഈ ദേശം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ നിന്നോട് ദയയും വിശ്വസ്തതയും കാണിക്കും എന്ന് ഉത്തരം പറഞ്ഞു. യോശുവ 2:12-14 വരെയുള്ള വചനങ്ങൾ. അവർ അവളോട് പറഞ്ഞു: നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മരിക്കുവാൻ പോലും തയ്യാറാണെന്ന്. രാജാവിന്റെ ദൂതന്മാർ ഒറ്റുകാരെ അന്വേഷിച്ചു വന്നപ്പോൾ രാഹാബ് അവരോട്, അവർ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് പുറപ്പെട്ടു പോയി എന്ന് കള്ളം പറഞ്ഞു. നഗരവാതിൽ അടച്ചു. അപ്പോൾ പുറത്തുനിന്ന് അകത്തേക്കോ അകത്തു നിന്നും പുറത്തേക്കോ പോകുന്നതിന് ആർക്കും സാധ്യമല്ല. രാഹാബ് രാത്രിയിൽ ഒരു ചുവപ്പ് കയർ കെട്ടി കിളിവാതിലിലൂടെ അവരെ പുറത്തേക്ക് ഇറക്കി വിട്ടു. അവളുടെ വീട് മതിലിനോട് ചേർത്ത് പണിതതായിരുന്നത് കൊണ്ട് പുറത്തേക്ക് വിടുവാൻ എളുപ്പമായിരുന്നു. ചുവന്ന കയർ ഒറ്റുകാർക്ക് രക്ഷപ്പെടുവാനുള്ള ഉപാധിയായി. അത് തന്നെ രാഹാബിനെയും അവളുടെ കുടുംബങ്ങളെയും ഇസ്രായേലിയ ആക്രമണത്തിൽ നിന്നും
സംഹാര താണ്ഡവത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ഉപയുക്തമായി. അവളുടെ വീട് തിരിച്ചറിയുവാൻ അടയാളമായി ചുവന്ന കയർ കിളിവാതിലിൽ തൂക്കിയിട്ടിരുന്നു. ഈജിപ്തിൽ വച്ച് സംഹാരദൂതന്റെ വാളിൽ നിന്ന് ഇസ്രായേലിലെ ജനതയെ രക്ഷിച്ചത് അവരുടെ കട്ടിളപ്പടിമേൽ തളിച്ച കുഞ്ഞാടിന്റെ രക്തം മൂലം ആയിരുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. പുറപ്പാട് 12:13 രാഹാബിനും കുടുംബത്തിനും രക്ഷാഹേതുവായി തീർന്ന കയറിന്റെ നിറവും അതിന്റെ പ്രയോഗവും ക്രിസ്തുവിന്റെ പരമയാഗത്തിൽ കൂടി മനുഷ്യവർഗത്തിന് കൈവന്ന രക്ഷയുടെ സൂചകമായി നമുക്ക് കരുതാം. അമോര്യ നഗരങ്ങളിൽ ഏറ്റവും തിന്മ നിറഞ്ഞ നഗരമായിരുന്നു അത്. അതിനെ കീഴടക്കി ഇല്ലായ്മ ചെയ്യണമെന്നായിരുന്നു യോശുവയുടെ പദ്ധതി. പട്ടണവും അതിലെ നിവാസികളും ഉന്മൂലനം ചെയ്യപ്പെട്ടപ്പോൾ ഇസ്രായേലിലെ യുവാക്കൾ നൽകിയ വാഗ്ദാനം പാലിക്കപ്പെട്ടു. അവർ രാഹാബിന്റെ വീട്ടിൽ ചെന്ന് അവളോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ അവളെയും സകല കുടുംബാംഗങ്ങളെയും പുറത്തു കൊണ്ടുവന്നു. അവർ ഇസ്രായേൽ പാളയത്തിന് പുറത്തേക്ക് ആനയിക്കപ്പെട്ടു. അനന്തരം കുടുംബങ്ങളും അവരുടെ വസ്തുവകകളും സുരക്ഷിതമായിരുന്നു. അവരെയും അവരുടെ വസ്തുവകകളെയും അവർ സംരക്ഷിച്ചു. അവരുടെ കുടുംബം ഇസ്രായേൽ ഉണ്ട് എന്ന് തിരുവെഴുത്ത് സാക്ഷ്യം പറയുന്നു. എരിഹോവിനെ ഒറ്റുനോക്കുവാൻ അയച്ച ദൂതന്മാരെ രാഹാബ് എന്ന വേശ്യ ഒളിപ്പിച്ചത് കൊണ്ട് യോശുവ അവളെയും അവളുടെ പിതൃഭവനത്തെയും അവൾക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ചു. അവൾ ഇന്ന് വരെയും ഇസ്രായേലിൽ പാർക്കുന്നു. യോശുവ 6:25. പുതിയ നിയമത്തിൽ 3 ഭാഗത്ത് അവളെ പറ്റി പരാമർശമുള്ളത് തന്നെ അവൾക്ക് വിശ്വാസികളുടെ സമൂഹത്തിലുള്ള സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. കർത്താവിന്റെ വംശാവലിയിൽ രാഹാബിന്റെ പേരും ചേർക്കപ്പെട്ടിരിക്കുന്നു. ഒരു വേശ്യാസ്ത്രീക്ക് കർത്താവിന്റെ പിതാമഹി എന്ന സ്ഥാനം ലഭിക്കുമ്പോൾ കർത്താവിന്റെ സുവിശേഷത്തിന്റെ കാതൽ അത് വ്യക്തമാക്കുന്നു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം തന്നെ എന്ന് 1 തീമോഥെയോസ് 1:15 നാം വായിക്കുന്നു. രാഹാബിന്റെ ജീവിതം വലിയ സന്ദേശമാകുന്നു. ചുവന്ന കയർ അവളുടെ ജീവന്റെ രക്ഷയായി. കഴിഞ്ഞ ജീവിതം എത്ര ഇരുളടഞ്ഞതാണെങ്കിലും കർത്താവിങ്കിലേക്ക് വന്നാൽ ആ രക്തം സകല പാപങ്ങളെയും കഴുകി ശുദ്ധീകരിക്കും. ചുവപ്പ് കയർ രക്ഷയുടെ നിഴൽ എന്ന് കർത്താവ് പറഞ്ഞു. ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി 21:31. രാഹാബ് സ്വന്തം രക്ഷയെക്കുറിച്ച് മാത്രം ചിന്തിച്ചില്ല. തന്നോടൊപ്പം കുടുംബാംഗങ്ങളും രക്ഷപ്പെടണമെന്ന് അവൾ ആഗ്രഹിച്ചു. നാമും നമ്മുടെ ഭവനത്തിലെ സകല അംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും അവരെ രക്ഷയിലേക്ക് നടത്തുകയും വേണം. രാഹാബിന്റെ ഭവനത്തിൽ ചുവപ്പ് കയർ രക്ഷയായതുപോലെ കർത്താവിന്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും പോക്കി നമ്മെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com